ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുഖം പ്രസാദിക്കുക, തിരുമുഖം പ്രസാദിക്കുക, കൃപാസനത്തിൽ ഞാൻ മറന്നിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, നിഴലിൽ ഞാൻ മറന്നിടുന്നേ, ദൈവമേ ആത്മാവിനെ സൗരഭ്യമീർത്തിക്കണേ, ദൈവമേ ആത്മാവിനെ സൗരഭ്യമീർത്തിക്കണേ. രണ്ട് കരങ്ങളെ യാചനാപൂർവം പിടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അതരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ആത്മജ്വാലയായ ദൈവത്തിൻ്റെ കൃപകളെ ഈ സമയം ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ജ്വാലയെ, ആത്മജ്വാലയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഈ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിന്റെ വേദനകൾ അറിയുന്നൊരു ദൈവം, നിന്റെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവം, നിന്റെ കൂടെ ആയിരിക്കുന്നവൻ, ഒപ്പമാകുവാൻ അപ്പമായി തീർന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നിന്നെ പൊതിയട്ടെ. നിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന സമയം. സുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവനെ ആരാധിക്കുന്നു, ഞങ്ങൾക്ക് നന്ദി പറയുന്നു ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധി എന്ന പുണ്യം വിശുദ്ധർക്ക് നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ, ആ കൃപയ്ക്ക് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മജ്വാല എന്ന ഈ ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ഇന്ന് ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിക്കുകയാണ്.
ഒരു കാലഘട്ടത്തിൻ്റെ വേദനകൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ഒരു വിശുദ്ധന് ദൈവം ജന്മം കൊടുത്തു. നമുക്കെല്ലാം പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യതമാക്കി തരുന്ന, കാണാതെ പോയ വസ്തുക്കളെ കണ്ടെടുക്കുവാൻ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ, വേദപാരംഗതൻ എന്ന് വിളിക്കപ്പെടുകയും സഭയിൽ തീഷ്ണതയോടെ ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതം പങ്കുവെക്കുകയും ചെയ്ത വിശുദ്ധനായ അന്തോണീസിൻ്റെ തിരുനാൾ ദിവസമാണിത്. പരിശുദ്ധ കുർബാനയെ ആഴമേറി സ്നേഹിക്കുകയും കുർബാനയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവവചനത്തെ അധരം കൊണ്ടും ജീവിതം കൊണ്ടും പ്രാവർത്തികമാക്കിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ഇത് കേരള ജനത്തോടോ മറ്റ് മേഖലകളിലുള്ള ജനത്തോടോ വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് ആഴമേറിയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ ദൈവം തന്ന ഒരു തീഷ്ണതയേറിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. അച്ഛൻ, നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ ആത്മീയ നിയമാവലിയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വിശുദ്ധർക്കും അവരുടെ തന്നെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു നിയമാവലിയുണ്ട്. ഒരു വിശുദ്ധനാകുവാൻ, സ്വർഗം പുൽകാൻ അവർ കണ്ടെത്തുന്ന അവരുടെ വ്യക്തിപരമായ നിയമാവലി. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലെ നിയമാവലി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും നമുക്ക് വിശുദ്ധരായി തീരാമെന്ന് നമ്മുടെ ജീവിതം പഠിപ്പിച്ചു തരും. അതുകൊണ്ട് 5 സ്പിരിച്വൽ റൂള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആധ്യാത്മികമായ ഒരു നിയമാവലി അദ്ദേഹം 5 ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിരുന്നു. അത് ജീവിതത്തെ പ്രാവർത്തികമാക്കിയിരുന്നു. അത് ദൈവവുമായിട്ടുള്ള കൂടുതൽ ബന്ധപ്പെടുവാനും ഉറപ്പിക്കുവാനും വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാനും ദൈവജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളുടെ പേമഴ ഒഴുക്കുവാനും വിശുദ്ധനെ ശക്തിപ്പെടുത്തിയിരുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നിയമാവലിയിലെ റൂളായിരുന്നു നിശബ്ദത, സൈലൻസ്. നിശബ്ദതയെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ അന്തോണീസ്. കാരണം നമുക്കറിയാം, യേശു പോലും തൻ്റെ ജീവിതത്തിൽ നിശബ്ദത പാലിച്ച സമയമുണ്ടായിരുന്നു, സഹനത്തിൽ, വേദനയിൽ, സങ്കടങ്ങളിൽ. അതുകൊണ്ട് തന്നെ വിശുദ്ധനായ അന്തോണീസും തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും നിശബ്ദതയോടെ ദൈവവുമായിട്ട് കൂടുതൽ സമയം പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നിശബ്ദത. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ, എനിക്ക് മറ്റുള്ളവരുടെ ജീവിതം മനസ്സിലാക്കാൻ, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നിശബ്ദത എന്ന ആ പുണ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 കാര്യങ്ങളാണ് നിശബ്ദതയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്. ഒന്നാമത്, കാത്തിരിക്കാനുള്ളൊരു കൃപ കിട്ടി. നിശബ്ദതയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ കാത്തിരിക്കുവാൻ, നിശബ്ദത പലരെയും തിരിച്ചു കൊണ്ടുവരുവാൻ കാത്തിരിപ്പിൻ്റെ കൃപ ഓരോരുത്തരുടെ ജീവിതത്തിൽ തരും. രണ്ടാമത്, അദ്ദേഹം നിശബ്ദതയിൽ നിന്ന് കണ്ടെത്തിയ രണ്ടാമത്തെ വഴി ഇതായിരുന്നു: നിരീക്ഷിക്കാനുള്ള കഴിവ്. ഓരോ വ്യക്തിയെ നിരീക്ഷിക്കാൻ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ, എൻ്റെ സഹനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നിശബ്ദതയോടെ പാലിക്കുമ്പോൾ അത് നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള കൃപ. മൂന്നാമത് അദ്ദേഹം പറയുന്നത്, ശ്രവിക്കാനുള്ള, മറ്റുള്ളവരെ കേൾക്കാൻ എൻ്റെ നിശബ്ദതയ്ക്ക് സാധിക്കും. ഈ കാലഘട്ടങ്ങളെല്ലാം FM റേഡിയോ പോലെയാണ് പലരുടെയും കുടുംബങ്ങളും ജീവിതങ്ങളും. ഒരു വ്യക്തി ഒത്തിരി പറയുന്നു, മറ്റു വ്യക്തി കേൾക്കാതിരിക്കുന്നു. അങ്ങനെ കോലാഹലങ്ങളുടെ കുടുംബങ്ങളും കോലാഹലങ്ങളുടെ ജീവിതമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നിയമാവലിയിലെ ഒന്നാമത്തെ നിശബ്ദത അദ്ദേഹത്തെ പഠിപ്പിച്ചത് ശ്രവിക്കാനുള്ളൊരു കൃപ, മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ ഒഴുകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എത്രമാത്രം കടന്നു വരാനുണ്ടെന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ആത്മാവിനെ കണ്ടെത്തും. എൻ്റെ ആത്മാവിൻ്റെ നിജസ്ഥിതി, ഞാനിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ള നിജസ്ഥിതി എൻ്റെ നിശബ്ദത എന്നെ പഠിപ്പിക്കും. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്, ദൈവത്തെ പൂർണ്ണമായി അറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് നിശബ്ദത. അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാചകം ഇതാണ്: ദൈവത്തിൻ്റെ ഭാഷയാണ് നിശബ്ദത. നിശബ്ദത എന്നത് ദൈവത്തിൻ്റെ ഭാഷയാണ്. വിശുദ്ധ അന്തോണീസ് പറഞ്ഞു വെക്കുന്നതാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്, ദേഷ്യപ്പെടരുത്. ഡു നോട്ട് ബി ആങ്കർ. അദ്ദേഹത്തിൻ്റെ നിയമാവലിയിൽ രണ്ടാമത്തെ ഘടകം ഇതായിരുന്നു: എന്ത് അവസ്ഥ വന്നാലും അത് നിയന്ത്രിക്കാനുള്ളൊരു കൃപ.
അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നീതിവിധിയുടെ മുൻപിൽ നിന്നെ കൊണ്ടു നിർത്തുന്നത് നിന്റെ ദേഷ്യ സ്വഭാവമായിരിക്കും, നിന്റെ കോപമായിരിക്കും നിന്നെ നീതിവിധിയുടെ മുൻപിൽ ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തുക. അവിടെ നിനക്ക് ഉത്തരം മുട്ടിയ ചോദ്യവുമായിട്ട് നീ നിൽക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ, പിന്നീട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: വിദ്വേഷം ദൈവത്തെ അടുപ്പിക്കില്ല. വിദ്വേഷം ഉള്ളൊരു വ്യക്തിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റില്ല. കാരണം ദൈവം നിശബ്ദനാണ്, ശാന്തനാണ്, സമാധാനം നൽകുന്നവനാണ്. അവിടെ കോലാഹലത്തിൻ്റെ ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റില്ല. ശാന്തനും വിനീതനുമായ ദൈവത്തിൻ്റെ മുന്നിൽ നിന്റെ കോപ സ്വഭാവത്തെ നീ മാറ്റിവെക്കണം. അവിടെയാണ് നിനക്ക് കൃപ കിട്ടുക. അതിന് നീ എന്തു ചെയ്യണം? നിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കോപ സ്വഭാവത്തെ പ്രതി നീ അനുദപിക്കണം, പ്രാർത്ഥിക്കണം. അവിടെ ദൈവം നിനക്ക് കൃപ തരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് കലഹങ്ങളിലും മാത്സര്യങ്ങളിലും നമ്മെ തന്നെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ താല്പര്യം എടുക്കണം. അവിടെ നമ്മുടെ ജീവിതത്തിൽ കൃപ വരും. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. അതാണ് അദ്ദേഹം പറഞ്ഞത്. വിധി ദിനത്തിൽ നീ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്ന, കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പിന്നീട് വചനം പറയുക, വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകത്തിൻ്റെ അഗ്നിയിലേക്ക് പോകും. തെറ്റായ വാക്കുകൾ, തെറിവാക്കുകൾ അല്ലെങ്കിൽ അശുദ്ധമായ സംഭാഷണങ്ങൾ നമ്മളെ നരകത്തിൻ്റെ അഗ്നിയുടെ പടുകുഴിയിലേക്ക് വീഴ്ത്തുമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അന്തോണീസിൻ്റെ 2-ാമത്തെ നിയമാവലിയിൽ അദ്ദേഹം ദേഷ്യപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 14:29 പറയുന്നത് ഇങ്ങനെയാ: പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ വൈറസിൻ്റെ ഭീതിതമായ സമയങ്ങളിൽ വീടിൻ്റെ ഏകാന്തതകളിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനെ അഭിമുഖീകരിച്ച് കടന്നു പോകാൻ പറ്റാത്ത നിശബ്ദതകളില്ലാത്തതാണ്. 3-ാമത്തത് വിശുദ്ധനായ അന്തോണീസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ വ്യക്തിയെയും നീ താഴ്ത്തിക്കെട്ടരുത്. ഒരു വ്യക്തിയെയും നീ താഴ്ത്തിക്കെട്ടരുത്. എല്ലാ വ്യക്തിത്വങ്ങളും ദൈവത്തിൻ്റെ മഹത്വമുള്ളതാണ്, നീ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? സ്പീക്ക് ഈവിൾ ഓഫ് നോ പേഴ്സൺ. പൈശാചികമായ ഒരു അരൂപിയുള്ളവനാണ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക, മറ്റുള്ളവരെ ഉയർത്താതെ അവരെ താഴ്ത്തിക്കെട്ടുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവ് ഇന്നും അഴുകിയിട്ടില്ല. പരിശുദ്ധ കുർബാനയുടെ ആഴമേറിയ ഭക്തിയും സംസാരത്തിൽ പോലും മിതത്വം പാലിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കാനും വചനം പ്രഘോഷിക്കുവാനും ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാകണം. നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ നാവ്. അതുകൊണ്ടാണ് ഇന്നും അഴുകാത്ത അധരവുമായിട്ട് ഒരു വിശുദ്ധൻ ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ അന്തോണീസാണ്, നമുക്കറിയാം. അതിന് കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നിങ്ങനെ: ദയയില്ലാത്ത നാവ് കൊണ്ട് സംസാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ദയ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാം, ദയയില്ലാത്ത വാക്കുകൊണ്ട് സംസാരിക്കരുത്. നാവിൻ്റെ ഭാഷ്യം തന്നെ ദയയായിരിക്കണം. നാവിൻ്റെ ഭാഷ്യം തന്നെ ദയയായിരിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നൊരു ഉദാഹരണം ഇതാണ്: നമുക്ക് വാക്കുകൾക്ക് ശക്തിയും ഊർജമുള്ളതിനാൽ ഒരു ജലത്തിൽ കല്ലെറിയുമ്പോൾ അതിനുണ്ടാകുന്ന തരംഗങ്ങൾ പോലെയാണ് ഞാൻ നന്മയായിട്ടുള്ളത് പറഞ്ഞാലും തിന്മയായിട്ടുള്ളത് പറഞ്ഞാലും ഒരു ജീവിതത്തിൽ സംഭവിക്കുക. ഒരു ജലത്തിലേക്ക് കല്ലെറിയുമ്പോൾ അതിൻ്റെ തരംഗങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ എനിക്ക് മുറിപ്പെടുത്താൻ എൻ്റെ വാക്ക് മതി. ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ എൻ്റെ വാക്ക് മതി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സംസാരങ്ങൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനാണോ ഉയർത്താനാണോ ഉപയോഗിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം: സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും. സ്വന്തം നാവിനെയും അധരത്തെയും നിയന്ത്രിക്കുന്നവൻ ജീവിതത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, മറ്റുള്ളവർക്കും സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ദൈവവചനം പറയുന്നത്. സുഭാഷിതം 18:21: ജീവൻ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും. അതിനാൽ സ്നേഹിക്കുന്നവൻ അതിനെ ഭുജിക്കുന്നവന്, കനി ഭുജിക്കുന്നവനെ പോലെയായിരിക്കും. ജീവനെ നശിപ്പിക്കുവാനും പുലർത്താനും ഒരു നാവിന് കഴിയും. എന്നാൽ നാവ് നന്മയ്ക്ക് ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവന് ജീവൻ നൽകുന്നതാണ്. 4-മതായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ നിയമാവലിയിലുള്ള 4-മത്തെ കാര്യം ഇതാണ്: ഹൃദ്യവും കാരുണ്യമുള്ളതായിരിക്കണം നിന്റെ സംസാരങ്ങൾ. ഹൃദ്യവും കാരുണ്യവും. ബി ജെന്റിൽ,
മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ. വിശുദ്ധ അന്തോണീസിന് ജനം കാണാൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു അത്ഭുത പ്രവർത്തകനായ മനുഷ്യൻ, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന, എന്നാൽ അദ്ദേഹം ഹൃദ്യമായിട്ട് സംസാരിക്കുന്നവനായിരുന്നു. അതുപോലെ കാരുണ്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധരിൽ ഏറ്റവും ഹൃദ്യമായി പെരുമാറിയ വ്യക്തി എന്ന് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ അന്തോണീസിനെ. കാരണം ഹൃദ്യമായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങളുടെ സംസാരം എപ്പോഴും ഹൃദ്യവും കാരുണ്യം നിറഞ്ഞായിരിക്കും, ഓരോരുത്തരും എങ്ങനെ മറുപടി പറയണമെന്ന് മനസ്സിലാക്കിയിരിക്കണം. സ്നേഹമുള്ളവരെ, 5-ാമതായിട്ട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് സ്നേഹമായിരുന്നു, ആഴമേറിയ സ്നേഹം. യേശു പഠിപ്പിച്ച 2 പഠനങ്ങൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ നിയമാവലിയിലുണ്ടായിരുന്നു. 1-ാമത്തെ പഠനം, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. മത്തായി 22:37. 2-ാമത്തെ പഠനം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ച 2-ാമത്തെ പഠനം, ഞാൻ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. സ്നേഹമുള്ളവരെ, ജീവിതം പ്രസംഗമാക്കി മാറ്റിയവൻ, പ്രസംഗം ജീവിതമാക്കി മാറ്റിയവനായിരുന്നു വിശുദ്ധ അന്തോണീസ്. നമുക്ക് ആ വിശുദ്ധനോട് മധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി ഈ നിയമാവലി 5 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. വിശുദ്ധനായ അന്തോണീസ് ജനിച്ച കാലം മുതൽ ദൈവത്തിന് വരമേൽപ്പിച്ചു. നമ്മുടെ മക്കളെ നമുക്ക് വരമേൽപ്പിക്കാം, കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ വരമേൽപ്പിക്കാം. കർത്താവെ, വാക്ക്, പ്രവൃത്തി, ചിന്ത അപരനെ താഴ്ത്തിക്കെട്ടാതെ സ്നേഹിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണം. കൃപ വേണം കർത്താവെ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് സങ്കീർത്തനം 37:5 നിങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ഒന്ന് സ്തുതിച്ച് യേശുവേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ. കൃപ വേണം കർത്താവേ, കർത്താവേ കൃപ വേണം കർത്താവേ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയണം. ആ വിശുദ്ധനിൽ വിളങ്ങി നിന്ന കൃപകൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വിളങ്ങി നിൽക്കുവാനുള്ള അഭിഷേകവും ശക്തി തരണം ഈശോയെ. അങ്ങയുടെ കൃപ തരണം ഈശോയെ, അങ്ങയുടെ കൃപ തരണം ഈശോയെ. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ കൃപ ഒഴുക്കണം. നിയമാവർത്തന പുസ്തകം 18:13, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. വിശുദ്ധന്റെ ജീവിതം മുഴുവൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു നീതിമാനായ ജീവിതമായിരുന്നു കർത്താവിൻ്റെ മുന്നിൽ. നീതിബോധത്തോടെ പരസ്പരം ആരെയും വിധിക്കാതെ എല്ലാവരും സ്നേഹിക്കാൻ കർത്താവെ ഞങ്ങൾക്കും അങ്ങനൊരു കൃപ, അങ്ങനൊരു അഭിഷേകം, അങ്ങനൊരു ശക്തി തരണം. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഈശോയെന്നൊന്ന് വിളിച്ച് ഒരു നീതിബോധത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എളിമയോടെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപയുടെ ശക്തി ഞങ്ങൾക്ക് തരണം. ഈ കാലഘട്ടത്തിൽ ഞങ്ങളും വിശുദ്ധരായി തീരാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയോടെ പുലർത്താൻ ഞങ്ങൾക്ക് ശക്തി തരണം ഈശോയെ. അങ്ങയുടെ അഭിഷേകം തരണം ഈശോയെ, അങ്ങയുടെ കൃപ തരണം ഈശോയെ. എല്ലാവരും ചേർന്ന് പാടി ആഗ്രഹിച്ചൊന്ന് പാടിയേ, കൃപ മതി ഈശോയെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം, സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ്, വഴിവിഴയ്ക്കുകയില്ല. സത്യസന്ധതയോടെ ജീവിക്കണം മക്കൾ. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെക്കും ജീവിതത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ വിശ്വസ്തതയുണ്ടോ, സത്യസന്ധതയുണ്ടോ? മക്കളുടെ മുന്നിൽ, കുടുംബത്തിൻ്റെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ, ജോലിയിടങ്ങളിൽ എൻ്റെ സത്യസന്ധത എപ്രകാരമാണ്? അവരൊരിക്കലും വഴിവിഴച്ചു പോകില്ല. അവരുടെ കുടുംബം ഏത് വേദനയിലൂടെ കടന്നുപോയാലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഈശോയേന്നൊന്ന് വിളിച്ച് എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സത്യസന്ധതയുടെ കൃപ ഈ വിശുദ്ധനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുക.
അധരങ്ങൾ അശുദ്ധിയിലേക്ക് കടന്നു പോകാതെ വിശുദ്ധിയോട് ഉപയോഗിക്കാൻ ഞങ്ങളുടെ അധരങ്ങൾ സത്യം വിളിച്ചു പറയാനുള്ള കൃപ തരണം ഈശോയെ. അങ്ങയുടെ അഭിഷേകം തരണം ഈശോയെ. ശക്തിപ്പെടുത്തണം ഈശോയെ. കൃപ തരണം ഈശോയെ. എല്ലാവരും ഒന്ന് ചേർന്ന് പാടി. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 17-ാം വാക്യം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല സ്നേഹമുള്ളവരെ നമുക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ്. വിശുദ്ധന്റെ ജീവിതത്തിൽ ആര് കരഞ്ഞു വന്നാലും കൈനീട്ടി സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അത് രോഗികളായിരിക്കാം, തകർന്നവരായിരിക്കും. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ ബോധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ അവിശുദ്ധനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനില്ലേ, അദ്ദേഹം കൊടുക്കാനുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് ദൈവം അദ്ദേഹത്തിലൂടെ അനേകം അത്ഭുതങ്ങൾ ലോകത്ത് ചെയ്യുന്നു. നമുക്കും ആ വിശുദ്ധന്റെ പുണ്യം കൊടുക്കാനുള്ള, കരുണയോടെ മറ്റുള്ളവരെ കാണാൻ, വാക്കുകൊണ്ട് ആരെയും മുറിപ്പെടുത്താതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഈശോയേന്നൊന്ന് വിളിച്ച്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായൊരു കൃപ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകേണ്ട ഒരു കൃപ, അപരന്റെ വേദനകളെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാനുള്ളൊരു കൃപ നമുക്ക് വിശുദ്ധനോട് ചേർന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഉള്ളതിൽ നിന്നും ഉള്ളതുപോലെ കൊടുക്കാനുള്ളൊരു മനസ്സ് കർത്താവേ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ കൃപയിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. എല്ലാവരും ചേർന്ന് പാടും. കൃപയുടെ ശക്തി നൽകട്ടെ, ആത്മജ്വാലയുടെ കൃപ ഒഴുകട്ടെ. പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല. വിശുദ്ധ അന്തോണീസിനെ പോലെ നമുക്ക് നന്മ ചെയ്യുന്നവരാകാൻ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവികാരുണ്യ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ഈശോയെ, വിശുദ്ധ അന്തോണീസിന്റെ നാമധാരികളായ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും വിശുദ്ധന്റെ മധ്യസ്ഥം വഴി ഈ ദിവ്യകാരുണ്യത്തിലെ ആത്മജ്വാലകൾ ഹൃദയത്തിലേക്ക് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി.